കോഴിക്കോടേക്ക് പോകുന്നു. വടക്കൻ മലബാറിൽ പൊതുവേ മഴ കനക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപക് തരമണം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തരമണം. കോഴിക്കോട് പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയാണ്? കോഴിക്കോട് നഗരത്തിലും കോഴിക്കോടിന് പുറത്തും എന്താണ് സംഭവിക്കുന്നത്? SKN പൊതുവിൽ മലബാറിലെ എല്ലാ ജില്ലകളിലും മഴയുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി കോഴിക്കോട് ഒരു മഴ കുറവുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി കനത്ത മഴയാണ്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ശക്തമായി മഴ പെയ്യുകയാണ്. മലയോര മേഖലയിലും ഇതേ അവസ്ഥയാണ്. കോഴിക്കോട് യഥാർത്ഥത്തിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ എന്നാൽ റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ്. ഇന്ന് അവധിയില്ല. പക്ഷേ അവധി കളക്ടർ കൊടുക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോഴത്തെ മഴ കാണുമ്പോൾ തോന്നുന്നത്. മലബാറിൽ പൊതുവിൽ വയനാട്ടിലും കണ്ണൂരിലും എല്ലാം അതിശക്തമായി കാസർഗോഡൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. SKN ഏതായാലും ജാഗ്രത പാലിക്കണം. ഈ തീരമേഖലയിൽ താമസിക്കുന്നവർ, അതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ, മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പ്രത്യേകിച്ചും ഈ കേരള കർണാടക തീരം, ലക്ഷദ്വീപ് തീരത്തിൽ അതിതീവ്രമായ ന്യൂനമർദ്ദ സാധ്യത, കടലിളക്ക സാധ്യത. അതുകൊണ്ട് ജാഗ്രത തുടരണം. മലയോര മേഖലയിലും ജാഗ്രത തുടരണം. മലയോര മേഖലയിലെ വെള്ളക്കെട്ടുകൾ, ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര വിലക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കുള്ള യാത്ര അത്യാവശ്യത്തിന് മാത്രമാക്കി പരിമിതപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. SKN മഴ ഇപ്പോഴും തുടരുകയാണ് കോഴിക്കോട് നഗരത്തിൽ. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.